വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. ഈ കല്ല് ഇപ്പൊ തന്നെ വീഴേണ്ടതായിരുന്നോ? ഈ ചെക്കൻ ഇവിടെ എത്തിയല്ലോ. മെഡൂസ മേഡം, ആ ചെക്കൻ നമ്മളെയും ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയിരിക്കുന്നു. നോക്കൂ. ഒരു കുട്ടിയോട് ഇങ്ങനെ പേടിക്കണോ? ഓടിച്ചു വിടാവനെ. കുട്ടി, മര്യാദക്ക് പോയി അവിടുന്ന്, ഇല്ലെങ്കിൽ നിന്റെ എല്ല് പൊടിച്ചു കളയും. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിടിക്കവനെ. ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? എടാ, കൊച്ചു പയ്യനോട് ഫൈറ്റ് ചെയ്യാൻ നിനക്കൊന്നും നാണല്ലേടാ? നീ എന്റെ ബൈസെപ്സിന്റെ പവർ നോക്കിയേ, എന്തൊരു ശക്തിയാ! ഈ ലഡ്ഡു സിംഗ് ഒരുത്തിന്റെ മീതെ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവന്റെ കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ. കമോൺ കമോൺ, പഞ്ച് മീ, പഞ്ച് മീ. ഞാൻ നിനക്ക് കാട്ടിത്തരാം ഒരു വലിയ ഹീറോന്റെ കൂടെ എങ്ങനെ ഫൈറ്റ് ചെയ്യണ്ടെന്ന്. കമോൺ കമോൺ. എനിക്കെന്താണോ പെട്ടെന്നൊരു തലച്ചിട്ടുള്ള? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ശിവ, ഞാനിതാ വന്നോണ്ടിരിക്കുന്നു. സാറേ, ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല. ശിവ തന്നെ അവരെല്ലാരെയും കൈകാര്യം ചെയ്തോളും. അത് ശരിയാ, ഇത് നമ്മുടെ ശിവയുടെ ജോലിയാണല്ലോ. ഞാൻ ഇവിടെ ഇരുന്ന് വിശ്രമിക്കട്ടെ. ആന്റി, ഞാൻ സ്ത്രീകളെല്ലാരെയും വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളുമായി എനിക്ക് ഫൈറ്റ് ചെയ്യണ്ട. എന്തേ, പേടിച്ചു പോയോ? അല്ല, ഒരിക്കലുമല്ല. കണ്ടോളാം ഞാൻ നിന്നെ. മുത്തശ്ശ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് പരിശ്രമിച്ചു അവരെ പിടിക്കാനായി. പക്ഷെ അവരെ എങ്ങനെയോ രക്ഷപ്പെട്ട് കളഞ്ഞു. ലഡ്ഡു സിംഗേ, എപ്പോഴെങ്കിലും ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടോ? എന്നും എന്റെ ശിവ തന്നെ സഹായിക്കണം. ഇന്ന് നിങ്ങളുടെ സഹായം ശിവയ്ക്ക് ആവശ്യം വന്നപ്പോ ഗുണ്ടകളുടെ അടിയും മേടിച്ച് വന്നിരിക്കുകയാണ്. അല്ല, അത് എന്താ ഉണ്ടായെന്ന് വെച്ചാ, സോറി മുത്തശ്ശി, സോറി, ക്ഷമിക്കണം. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിച്ചു. പക്ഷെ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരെ കണ്ടുപിടിച്ചേ തീരൂ. ആ ഗാഡ്ജറ്റ് തെറ്റായ കൈകളിൽ എത്താൻ പാടില്ല.
മുത്തശ്ശ, അങ്ങനെ ആ ഗാഡ്ജറ്റിൽ എന്ത് രഹസ്യ ഉള്ളത്? അതുകൊണ്ടായിരിക്കുമല്ലോ മുത്തശ്ശൻ ഇത്രയധികം പേടിക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അധികം അറിയില്ല മോനെ. പക്ഷേ ഇത് തീർച്ചയായിട്ടും അറിയാം. അത് നിന്റെ അച്ഛന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കുറ്റവാളികൾ നോട്ടമിട്ടിരുന്ന ബോക്സാ. അതെങ്ങാനും അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ പിന്നെ വളരെ അപകടം സംഭവിച്ചേനെ. പക്ഷേ യാതൊരു തെളിവും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് അവരെ കണ്ടുപിടിക്കുക? ഐ തിങ്ക് എനിക്കറിയാം അത്. അവരെവിടേക്കാ പോയിരിക്കുന്നെന്ന്. ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആ സ്ത്രീ ഒരാളുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ബോസ്, ഇപ്പൊ ആ ഗാഡ്ജറ്റ് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഏതാ സ്ഥലം? ഹോട്ടൽ ടർക്കിയിലോ? ശരി, ഞങ്ങൾ എല്ലാവരും ഇപ്പൊ അവിടെ എത്താം. ശിവ, പെട്ടെന്ന് ഇന്റർനെറ്റിലെ ഹോട്ടൽ ടർക്കി എവിടെയാണെന്നൊന്ന് അന്വേഷിക്കേ. നെറ്റിൽ എന്ത് സെർച്ച് ചെയ്യാനാ? ഹോട്ടൽ ടർക്കി എന്നല്ലേ പേര്. അപ്പോൾ അത് ടർക്കിയിലല്ലേ കാണൂ. സിമ്പിൾ. ആദി, നീ ഒന്നും മിണ്ടാതിരിക്കെ. ഹോട്ടൽ ടർക്കി എന്നുള്ള പേര് ടർക്കിയിൽ തന്നെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ ശിവ. നീ ചെന്ന് സെർച്ച് ചെയ്യൂ. എന്നാ വിശ്വസിക്കട്ടോ, എനിക്കെന്തോ. എന്ത് പറ്റി ശിവ? സെർച്ച് ചെയ്ത് അവസാനം കണ്ടുപിടിച്ചോ നീ? യു ആർ റൈറ്റ് ആദി. ഹോട്ടൽ ടർക്കിയിൽ തന്നെയാണ് ഉള്ളത്. കണ്ടോ, ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? പക്ഷെ നിങ്ങളാരും ഒരിക്കലും എന്നെ വാക്ക് വിശ്വസിക്കാറില്ലല്ലോ. എന്തു പറഞ്ഞാലും ഞാൻ നുണയാ പറയണെന്നാ പറയുന്നത്. താങ്ക് യു ആദി. ഇനി നമുക്ക് എല്ലാവർക്കും ടർക്കിയിലേക്ക് പോവാം. ശിവ, ഞാനും നിങ്ങളോടൊപ്പം കൂടെ വരാം. ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ അത് എളുപ്പമാകും. മുത്തശ്ശി, സൂക്ഷിച്ചിരിക്കണേ. ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാം. ലഡു സിംഗ് സർ, ഞങ്ങളിൽ നിന്ന് അകന്ന് നടന്നോളൂ. ചിലപ്പോ അവർക്ക് വിവരം കിട്ടി കാണും നമ്മൾ എല്ലാവരും ഇവിടെ തന്നെയാണെന്ന്. എന്നെ പിടിക്കാൻ തീർച്ചയായിട്ടും അവരെ അയക്കാതിരിക്കില്ല. അവരെ കണ്ണിൽ പെടാതെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അവരുടെ ഗാങ്ങിലുള്ള ഒരാളെ നമ്മളെ പിടിച്ചിട്ട് അവരുടെ താവളം എവിടെയാണെന്ന് അവനോട് ചോദിക്കണം. അല്ലെങ്കിൽ അവരുടെ പുറകെ ചെന്ന് താവളം കണ്ടുപിടിക്കേണ്ടി വരും. ബൈക്ക് ചുറ്റി മനസ്സിലോ? എനിക്ക് തോന്നുന്നത് ആ പ്രിൻസ് ക്രീച്ചേഴ്സ് നേച്ചർ ഇതുപോലെ ബൈക്കുകൾ നിർമ്മിച്ച് ഗാഡ്ജറ്റ് ഉപയോഗിച്ച് ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. അവരെ കണ്ണിൽ നിങ്ങൾ ആരും പെടാൻ പാടില്ല. ഞാൻ പെട്ടെന്ന് വന്നേക്കാം. ഇപ്പൊ അത്യാവശ്യം ഗാഡ്ജറ്റ് രക്ഷിക്കേണ്ടതാണ്. എന്താടാ കുട്ടാ, നല്ല രസം തോന്നുന്നുണ്ടല്ലേ? അല്ല, ഈ മുട്ടക്കറിയിലുള്ള മുട്ട എവിടെ? ഇതിനാണോടോ നിങ്ങൾ മുട്ടക്കറി എന്ന് പറയുന്നത്?
എന്താ ഇത്? മുട്ട ചോദിച്ചതിന് തലയിലാണ് ഇടുന്നത്. ഈ ഓണന് ശരിക്കും ബന്ധട്ട് കൂടിയില്ല. എന്റെ സൈക്കിളേ എനിക്ക് സഹിക്കുന്നില്ല, വാങ്ങണം. ചോദിക്ക് എന്തു വിലയാണെന്ന്. അവൻ അത് വിക്കില്ല. അവനെ പിടിച്ചിട്ട് തട്ടിയെടുത്തോ. താങ്ക് യു ശിവ. ഇല്ല 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 ഇല്ല, മെഡൂസ അവൻ എന്റെ ബൈക്ക് നശിപ്പിക്കാൻ നോക്കുന്നു. നമുക്ക് കിട്ടിയ അവസരമാ. അവനെ തീർത്തുകള. ബൈക്കിനെ ഫ്ലൈഓവറിന് താഴെ എറിഞ്ഞു. ശിവ തീർന്നിരിക്കുന്നു. ഇല്ല, പ്രിൻസ് ഇപ്പോൾ നിന്റെ ആളെ അയച്ചേര്. അവര് ശിവയെ അവിടുന്ന് പൊക്കും. ഇന്ന് നമുക്ക് ആ ഹോട്ടലിലേക്ക് പോവാനേ പറ്റില്ല. ആൾക്കാർ അവിടെ തീർച്ചയായിട്ടും വന്ന് കാണും. നമ്മൾ എല്ലാവരും ആ ഹോട്ടൽ നിരീക്ഷിക്കേണ്ടതുണ്ട്. ആൾക്കാർ വരുമ്പോ നമുക്ക് പുറകെ പോവാലോ. സിറ്റിയിൽ പല സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഡ്രൈവർ ഇല്ലാതെ നഗരത്തിൽ കുറെ ബൈക്കുകൾ ഓടിക്കൊണ്ടിരിക്കുന്നതായി കണ്ടു. ഇപ്പോൾ കാറുകളും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്പം മുൻപ് ഒരു പ്ലെയിൻ പൈലറ്റ് ഇല്ലാതെ ടേക്ക് ഓഫ് ചെയ്യപ്പെട്ട് എവിടെയോ ലാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആരോ എവിടെയോ ഇരുന്ന് ഒരു മെഷീൻ മുഖേന ഇവയെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോ ഇത് ഏലിയൻസ് ആയിരിക്കുമോ? ചിലപ്പോൾ ഒരു മനുഷ്യനായിരിക്കാം ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇത് വളരെ അപകടം പിടിച്ച കളിയാണ്. ഇപ്പോൾ ഹൈ ലെവൽ സെക്യൂരിറ്റി മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ്. ഈ സത്യം ആർക്കും അറിയില്ല. ഇതൊക്കെ ചെയ്യുന്നത് ആ പ്രിൻസ് ക്രീസസ് നേച്ചറാണ്. ശിവ, എന്ത് വില കൊടുത്ത് ആ ഗാഡ്ജറ്റ് നമ്മൾ കൈക്കലാക്കേണ്ടത് അത്യാവശ്യമാണ്. നീ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അവര് താവളം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് ഹോട്ടൽ റെസിഡന്റിന്റെ ഓപ്പോസിറ്റിലുള്ള ഈ ഹോട്ടലിൽ നമ്മൾ താമസിച്ചിരിക്കുന്നത്. അവര് നമ്മളെ കണ്ടുപിടിക്കാനും പാടില്ല. ലഡു സിംഗ് സർ എപ്പോഴും ആ ഹോട്ടൽ നിരീക്ഷിക്കാൻ വേണം. ഞാനൊരു കാര്യം പറയാം മെഡൂസ. ഈ ഗാഡ്ജറ്റ് മുഖേന ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലിയായി മാറും. ഇനി ഈ ഗാഡ്ജറ്റ് നമുക്ക് ലോഡ് ചെയ്യാം. കമോൺ. ഞാൻ ലോകത്തിലുള്ള പല വിലപിടിപ്പുള്ള സാധനങ്ങളും മേടിച്ച് കൂട്ടിയവനാണ്. ഇന്ന് എനിക്ക് കയ്യിൽ കിട്ടിയത് ആ സാധനങ്ങളെക്കാളൊക്കെ എത്രയോ അമൂല്യമായതാണ്. ഇനി ഈ ലോകത്തിലുള്ള എല്ലാ വലിയ ശക്തികളും ഈ ക്രേസി സ്നാക്ചറുടെ മുൻപിൽ തലകുനിക്കും. കൺഗ്രാറ്റുലേഷൻസ് ബോസ്. താങ്ക് യു മെഡൂസ. ഗാഡ്ജറ്റ് ട്രൈ ചെയ്യാൻ ഇനി ഒരു മിനിറ്റ് പോലും ഞാൻ പാഴാക്കില്ല. എവരിബഡി ഗെറ്റ് റെഡി. വന്നേ മക്കളെ, ന്യൂയോർക്ക് സിറ്റിയിലെ ആദ്യത്തെ സെൽഫി നമുക്ക് എടുക്കാം.
തീരെ പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ആ ക്രേസി സ്നാച്ചേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാനാ? മുത്തശ്ശ, ആദ്യമായിട്ട് ഒരു നഗരത്തിലേക്ക് പോയാൽ അത് നമുക്ക് പുതിയതായിരിക്കും. നഗരവുമായി ഇടപഴകുമ്പോൾ അത് നമുക്ക് പരിചയമാവും. എന്റെ റോബോട്ട് ബി ഇപ്പൊ ഒരു ലൊക്കേഷൻ ഷോ ചെയ്തോണ്ടിരിക്കാണ്. നമുക്ക് അവിടേക്ക് പോവാം. ഇനിയും എത്ര സമയം പിടിക്കുമെന്ന് പറ. സമയം പോകുന്തോറും ടെൻഷൻ കൂടി വരുക. ഇപ്പൊ തീരും സാറേ, കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. സാറേ കഴിഞ്ഞു സാറേ, സാറ് വന്ന് നോക്കിയാട്ടെ. ഗാഡ്ജറ്റ് സിഗ്നൽ തരാൻ തുടങ്ങിയിരിക്കുന്നു. യെസ് യെസ്, ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ബൈക്ക് തന്നെ ആയിരിക്കും. ഇത് സക്സസ്ഫുൾ ആയെങ്കിൽ അടുത്തത് കാറ്, പിന്നെ ഹെലികോപ്റ്റർ, പിന്നെ എയറോപ്ലെയിൻ, പിന്നെ അടുത്തത് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. വാ, നോക്ക് എന്തായി. ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഫ്രീക്വൻസി വലുതാക്കൂ. Ready friends, we are almost there. എല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. അവരെ ആൾക്കാർ ഇവിടെ പല ഭാഗത്തും കാണും. ശരിയാ ശിവ. ശിവ, എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ നഗരത്തിൽ നമുക്ക് അവരെ അത്ര എളുപ്പത്തിൽ പിടിക്കാൻ സാധിക്കുന്ന. അവരെ അന്വേഷിക്കാൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വരും. ശിവ, നമ്മൾ എങ്ങനെയാ അവരെ അന്വേഷിക്കുക? Where there is a will, there is a way. എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടണം. അത് നമ്മുടെ ജോലി എളുപ്പമാക്കും. Get ready to rock and roll. ഹലോ ഹലോ ന്യൂയോർക്ക് സിറ്റി. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതിയ ബാൻഡിന്റെ മ്യൂസിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. ഈ പുതിയ ടാലന്റിനെ നിങ്ങൾ എല്ലാവരും cheer-up ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി 7 കടലും കടന്നാ ഞങ്ങൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്. വെരി ഫാർ. हाथों में बिजली, पैरों में हवा, हाथों में बिजली, पैरों में हवा, शक्ति का बदला है शिवा 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 East or West, Shiva, not like the rest. चाहे कलर कोई भी टेस्ट, but Shiva is the best. Shiva 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 Shiva. आंधी हो, बगुना हो या तूफान हो, रोक नहीं सकता कोई आजकल से. बड़े बड़ों की नाक कटती है, बच्चा न बुलाना कोई अंकल से. बोलो वो फैसला करता है भला. शिवा 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 शिवा. East or West, Shiva, not like the rest. चाहे कलर कोई भी टेस्ट, but Shiva is the best. बड़े बुढ़ों के जब्बा. വേഗം ആവട്ടെ, വേഗം ആവട്ടെ. എനിക്ക് സഹിക്കുന്നില്ല. കമോൺ കമോൺ, ട്രൈ അഗൈൻ, ട്രൈ അഗൈൻ. वो बड़े बुढ़ों के जब्बा करता है, हर चुटकी पे आसमां पार करता है. साइकिल है जादू की. Well done kids, you are live now, live on TV.
singing. ബോസ് ദാ നോക്കൂ, ശിവയാണത്. ഇത് അത്ഭുതം തന്നെയാണ്. ശിവയുടെ ബാൻഡ് പബ്ലിക്കിനെ മയക്കിരിക്കുകയാണ്. കം ലെറ്റ്സ് ടോക്ക് ടു ശിവ. ഹലോ ശിവ. ഹലോ ശിവ, വ്യൂവേഴ്സ് അറിയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്തിനാണ് വന്നതെന്ന് ഒന്ന് പറയാമോ? ഹായ് എവരിബഡി, ഐ ആം ശിവ ആൻഡ് ദീസ് ആർ മൈ ഫ്രണ്ട്സ് രേവ, ആദി ആൻഡ് യൂഡി. നിങ്ങൾ കരുതുന്ന പോലെ ഞങ്ങൾ ആരും പ്രൊഫഷണൽ മ്യൂസിഷ്യൻസ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ അന്വേഷിച്ചാണ് ഇതുവരെ എത്തിയിരിക്കുന്നത്. ഒരു വലിയ അപൂർവ സാധനം മോഷ്ടിച്ച് അയാൾ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെന്ത് മോഷ്ടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയൂ. അത് വലിയ പ്രാധാന്യമേറിയ സാധനമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചു നേടുമെന്നാണ്. അഥവാ തന്നില്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും ലഭിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അഥവാ കിട്ടിയില്ലെങ്കിൽ നാളെ ഹോട്ടൽ റെസിഡന്റിൽ പ്രസ് കോൺഫറൻസ് വിളിച്ച് എല്ലാ രഹസ്യങ്ങളും ഞങ്ങൾ പറയുന്നതായിരിക്കും. ഞങ്ങൾ അവിടെയാണ് ഉള്ളത്. ഇവൻ ഏത് ലോകത്തു നിന്ന് വന്നവനാ? കേവലം ഒരു കുട്ടി ഈ ക്രേസി സ്നാച്ചറിനെ പബ്ലിക്കിന് മുമ്പിലാണ് ചാലഞ്ച് ചെയ്യുന്നത്. ഇവൻ പ്രസ് കോൺഫറൻസിനെ വിളിച്ചുകൂട്ടി രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാൽ എന്റെ പ്ലാനുകളെല്ലാം പൊളിയും. ഓരോ രാജ്യത്തിലെയും ഗവൺമെന്റ് എന്നെ അന്വേഷിച്ച് എന്റെ കഥ തന്നെ അവസാനിപ്പിച്ചിരിക്കും. ഇന്നലെയും ഇന്നും തമ്മിൽ ഒരുപാട് മണിക്കൂറുടെ വ്യത്യാസമുണ്ട് പ്രിൻസ്. പിന്നെ ഹോട്ടൽ പ്രസിഡന്റ് ഇവിടുന്ന് ദൂരെ ഒന്നുമല്ല. ബൈക്ക് റെഡി ആയി കഴിഞ്ഞു. മങ്കി മോനെ, എന്റെ പരീക്ഷണങ്ങളെല്ലാം ഇതാ വിജയിച്ചിരിക്കുന്നു. മെഡൂസ, നീ പറഞ്ഞത് എത്ര ശരിയാ. ഇന്നലേക്കും ഇന്നിനും ഇടയ്ക്ക് ഒരുപാട് സമയം വ്യത്യാസമുണ്ടല്ലോ. ഫൈറ്റ് അവൻ നന്നായിട്ട് ചെയ്യും. ഇനി എന്റെ ബൈക്കുമായി അവൻ എങ്ങനെ ഫൈറ്റ് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹോട്ടൽ പ്രസിഡന്റ്, എന്റെ ബൈക്കുകൾ നിന്റെ അടുത്തേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വേണ്ട വേണ്ട, വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇതെങ്ങനെ ഡ്രൈവറില്ലാതെ വണ്ടി ഓടുന്നത്? ഒന്ന് നിന്നേ. വേഗം പോകാം, നമുക്ക് ആ കാറിൽ അവരെ പിന്തുടരേണ്ടിയിരിക്കുന്നു. എന്നെ വെച്ച് പന്തുകളി നടത്തുന്നത് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? I have still 5 minutes.
ഗാഡ്ജറ്റ് എനിക്ക് തരൂ കുട്ടേ, അല്ലെങ്കിൽ ഇന്ന് എല്ലാവരുടെയും കഥ ഞാൻ തീർത്തിരിക്കും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ഇതെന്ത് കുന്തുവാ? സാറേ, ഇനി വെറും 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. കളി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ശിവ. ശിവ, എന്റെ കയ്യിൽ നിന്നും നിനക്കിനി ഒരിക്കലും രക്ഷയില്ല. വേഗം ആ ഡയലോഗ് പറഞ്ഞേ. കുട്ടിയെന്ന് വിളിക്കരുത്, കുട്ടിയെന്ന് വിളിക്കരുത്. നീ ഭയങ്കര ബലശാലിയാണല്ലോ ശിവ. നിന്റെ ശക്തി ഞാൻ കുറച്ച് കാണിച്ചു തരാം മോനെ. വിട്ടയക്കൂ എന്റെ ശിവയെ, വിടാൻ. നിന്റെ ശക്തി മുഴുവനും പോയി ശിവ. നിന്നെ ഞെരിച്ചു കളയും ഞാൻ. ശിവയെ ദേവി ഇത് വിട്ടേക്ക്. ഇതാ ഈ ഗാഡ്ജറ്റ് എടുത്തോളൂ. ഇല്ല, നിങ്ങൾക്ക് ഗാഡ്ജറ്റ് തന്നല്ലോ, പിന്നെന്തിനാ ഈ ചതി ചെയ്തത്? ശിവ, ഇനി ഒരു പ്രാവശ്യം കൂടി പറഞ്ഞേ നീ കുട്ടിയെന്ന് വിളിക്കരുതെന്നെ. ഇതെന്താ ഈ സംഭവിക്കുന്നത്? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. അങ്കിൾ, അങ്ങനെ എല്ലാ സാധനവും വിലക്ക് വാങ്ങിക്കാൻ വിചാരിക്കരുത്. അതുപോലെ തട്ടിപ്പറിച്ച് സ്വന്തമാക്കാമെന്നും വിചാരിക്കണ്ട. നിനക്കൊന്നും മനസ്സിലായില്ലേ? മനസ്സിലാവില്ല. നിന്നെ ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മനസ്സിലാക്കി തരാം. വേഗം പോവാൻ. ഒരു പ്രാവശ്യം ഞാൻ ഇവനെ പാട്ട് കേൾപ്പിക്കാം. വേണ്ട, എനിക്ക് പാട്ട് കേക്കണ്ട. എന്നെ ജയിലിലേക്ക് കൊണ്ടുപോ. ആ സൈക്കിള് കിട്ടിയിരുന്നെങ്കിൽ. Watch India's largest kids library only on Jio Hotstar. Download the app now.